മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സഹകരണത്തോടെ ദുരന്ത നിവാരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ CV മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ P ഷീജ ആമുഖ പ്രഭാഷണം നടത്തി. പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഫയർ ഓഫീസർ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫയർ സ്റ്റേഷൻ ഓഫീസർ വിനയശീലൻ ക്ലാസിന് നേതൃത്വം നൽകി. ഫയർഫോഴ്സ് ഓഫീസർമാരായ K ജിതിൻ, MP സുരേഷ്, സ്റ്റാഫ് സെക്രട്ടറി മെഹസാന, അധ്യാപകരായ ഫസലുർ റഹ്മാൻ, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. NSS കോർഡിനേറ്റർ ഹനിയ സ്വാഗതം പറഞ്ഞു. സന്നദ്ധം എന്നൊരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരന്ത രംഗത്ത് എന്തെല്ലാം പ്രാഥമികമായി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവയർനെസ് ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്നദ്ധതയോടെ മുന്നിട്ടിറങ്ങി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുക എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഏത് അടിയന്തര സാഹചര്യത്തിലും മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിച്ച് മറ്റൊരു പരിഗണനയും കൂടാതെ സമൂഹത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വിഭാഗമാണ് ഫയർഫോഴ്സ്. ഇപ്പം നമ്മൾ വയനാട്ടിൽ കണ്ടത് ദുരന്തമല്ലേ? അപ്പോൾ സയൻസുകാരെ കുറേ ആൾക്കാരുണ്ട് ഇതിലല്ലേ? നമ്മൾ കുറേ വീടുകളൊക്കെ നോട് ചോദിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ഉത്തരം പറഞ്ഞുതരുമോ? അതോ പേടിച്ചുകൊണ്ട് മാറിക്കോ? അതിന് പേടിയുണ്ടോ ഇതിൽ ക്ലാസ് കേൾക്കാൻ? നമ്മളൊരിക്കലും നിങ്ങൾ സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരിക്കും, ആ ബോട്ടിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? പേടിച്ചില്ലായിരിക്കും. ഓക്കെ, 10ന്റെ 3 സെറ്റ് കൊടുക്കുക. 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9. കത്തുന്നത് പറയാം, പറഞ്ഞൂടെ? പ്ലാസ്റ്റിക് കത്തുന്നത് പറയാം, തുണി കത്തുന്നത് പറയാം. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നേരെ അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു ഈ കാറിനെ ചുറ്റിക്കൊണ്ട് എന്ത് ചെയ്യുക? അല്ല, ഈ കാര്യം കണ്ടിട്ട് ഈ കാറിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ വീണ്ടും ഇതിനുള്ളിക്കാനിടും. നമ്മളെന്ത് ചെയ്യുക? അല്ലേ, ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്? പോലെ. ഇതെന്താണ് ഇങ്ങനെ കെട്ടുന്നത്? ഇത് ഈ കെട്ടുന്നത് എന്താണ് ഉപകാരം? എന്താണ് ഇതെന്താവില്ല? ഇനി ഇതെന്താവില്ല? ടൈറ്റ് ആവില്ല. നമ്മൾ ആദ്യം എത്രയാണോ കെട്ടുന്നത് അത്ര മാത്രമേ എന്താവുള്ളൂ? ഇത് ടൈറ്റ് ആവുള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഒരാളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ വലിക്കുന്ന പറയും എന്താവും? അത് മുറുകി കൊണ്ടേയിരിക്കും, അല്ലേ? ഇതെന്താവില്ല. ഇത് നമ്മൾ ഫസ്റ്റ് എത്രയാണോ കെട്ടുന്നത് അത്ര മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് മുറുകുള്ളൂ. ഇത് നിങ്ങൾ കാണുന്നില്ല, G29 എന്നുള്ളത് കണ്ടില്ലേ? ചിലതുണ്ടാവും A ഉണ്ടായിരിക്കും, B ഉണ്ടായിരിക്കും, C ഉണ്ടാകുന്നില്ല. ഈ സാധനം ഇത് നേരെ പ്രസ് ചെയ്തിട്ട് ഇത് ആദ്യം എന്ത് ചെയ്യുക? അപ്പോൾ ക്ലോസാണ് നോക്കി. ക്ലോസ് ഉണ്ടാക്കി ഓണാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതാ പറ്റില്ല. എന്ത് ചെയ്യുക? നേരെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നേരെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിൽ എടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനുള്ളിവിടെ ഇത് ലോക്കാവും. നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ? എന്തില്ല തിരിച്ചിങ്ങോട്ട് കയറിയാൽ നിങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് എന്ത് മാത്രം മതി? കുറച്ച് ധൈര്യം മാത്രം മതി.